ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3 ആണ്. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ. ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കിളികൾ അല്ലേ. അപ്പോൾ ബേർഡ്സിൻ്റെ ഭാഷയെക്കുറിച്ചിട്ട് ബേർഡ്സിൻ്റെ ലാംഗ്വേജ്, പക്ഷികളുടെ ഭാഷയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ മനുഷ്യർക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, പരസ്പര ആശയവിനിമയം നടത്താനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഭാഷയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ ബേർഡ്സിൻ്റെ ഭാഷയെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് നമുക്കത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു യൂണിറ്റ് പഠിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അത് പഠിച്ചു കഴിയുമ്പോഴേക്ക് എന്താണ് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഒരു പ്രോസും ഒരു പോയമാണ്. പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗദ്യം അല്ലേ. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ ഫോക്ക് ടെയിൽ ആണ് പഠിക്കാനുള്ളത്. അതായത് ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പഴങ്കഥ അല്ലെങ്കിൽ നാടോടിക്കഥ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസും, അതേപോലെ ഇഫ് ഐ കുഡ് ഫ്ലൈ എന്ന് പറയുന്ന കാരി മില്ലർ ജോൺസൻ്റെ ഒരു പോയവും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോറി കുറേ പാർട്ടായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. എ സൂത്തിങ് സോങ്, അതാണ് ഈ ഒരു പാട്ടിൻ്റെ ടൈറ്റിൽ. സൂത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം നൽകുന്ന, അല്ലെങ്കിൽ എന്താണ്, സാന്ത്വനം നൽകുന്ന എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാട്ട് അല്ലേ. അപ്പോൾ സമാധാനം നൽകുന്ന അല്ലെങ്കിൽ സാന്ത്വനം നൽകുന്ന ഒരു പാട്ട് എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇൻ റഷ്യ ദർ ലിവ്ഡ് എ റിച്ച് മെർച്ചൻറ്റ്. അപ്പോൾ നമ്മളുടെ സ്റ്റോറി നടക്കുന്നത് റഷ്യയിലാണ് കേട്ടോ. എവിടെയാണ്? റഷ്യ. ഇൻ റഷ്യ ദർ ലിവ്ഡ് എ റിച്ച് മെർച്ചൻറ്റ്. റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നനായ, പണക്കാരനായ എന്നൊക്കെയാണ് കേട്ടോ. മർച്ചൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപാരി. അപ്പം റഷ്യയിൽ ഒരു സമ്പന്നനായ വ്യാപാരി ജീവിച്ചിരുന്നു. ഹി ഹാഡ് എ സെർവൻറ്റ്. അദ്ദേഹത്തിനൊരു സെർവൻറ്റ് ഉണ്ടായിരുന്നു. സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ വേലക്കാരൻ. എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഐവാൻ. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ബുദ്ധിമാനായ, അതുപോലെ തന്നെ ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യശാലിയായിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ്. അവൻ്റെ പേരെന്താണ്? കോൾഡ് ഐവാൻ. ഐവാൻ ആണോ ഇവാൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. റഷ്യൻ നെയിമാണിത്. അപ്പോൾ ഇത് ശരിക്കും വായിക്കുക, പ്രൊനൗൺസ് ചെയ്യുക റഷ്യൻ നെയിം ആയതുകൊണ്ട് ഇവാൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവാൻ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ. ദ മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ. ആ ഒരു വ്യാപാരി എന്തായിരുന്നു? മർച്ചൻറ്റ് വാസ് എ ക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂരനായ, ദുഷ്ടനായ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു മർച്ചൻ്റ് എന്താണ്? ഭയങ്കര ദുഷ്ടനായിട്ടുള്ള ഒരു ആളായിരുന്നു. ഹി മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. എന്താ പറയുന്നത്? ഹി മെയ്ഡ് ഇവാൻ, ടോയിൽ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യിക്കുക എന്നുള്ളതാണ്. ഫ്രം ഡോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാതം. ടു ഡസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം. അതായത് രാവിലെ തൊട്ട് എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ ഒരു ഇവാനെ കൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഇവാൻ എന്താണ്? റെസ്റ്റ് എടുക്കാൻ, വിശ്രമിക്കാൻ ഒട്ടും സമയം കിട്ടാറില്ല എന്നാണ് പറയുന്നത്. 61 നോക്കാം. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക്, അതായത് ഭാരമേറിയ ജോലികൾക്കൊക്കെ ശേഷം ഭയങ്കര ക്ഷീണിച്ചായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചല്ലേ. ക്ഷീണിച്ച് വരുന്ന അവൻ എന്താ ചെയ്യുക? ഇവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. അവൻ്റെ ബെഡിൽ കയറിയിട്ട് കിടക്കും. ദെൻ എ നൈറ്റിംഗേൾ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ്സ് ടു ഹിം. എന്താ പറയുന്നത്? ദെൻ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എ നൈറ്റിംഗേൾ എന്ന് പറഞ്ഞാൽ ഒരു ബേർഡാണ്, വാനമ്പാടി കേട്ടോ. വുഡ് സ്റ്റാർട്ട് സിംഗിങ്, എന്ത് ചെയ്യും? പാടാൻ തുടങ്ങും. എന്ത്? സ്വീറ്റ് സോങ്സ്, മധുരമേറിയ സോങ്സ്, പാട്ടുകൾ പാടാൻ തുടങ്ങും. ആർക്ക് വേണ്ടി? ടു ഹിം, അവന് വേണ്ടി പാടി തുടങ്ങും. എവറി നൈറ്റ് ദ നൈറ്റിംഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. അപ്പം എന്താണ്? എവറി നൈറ്റ്, എല്ലാ രാത്രികളിലും ദ നൈറ്റിംഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. ഈ ഒരു നൈറ്റിംഗേൾ അവന് വേണ്ടി പാട്ട് പാടിക്കൊടുക്കും. ഹീ കുഡ് നെവർ സീ ദ നൈറ്റിംഗേൾ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. എന്താ പറഞ്ഞത്? ഹീ കുഡ് നെവർ സീ ദ നൈറ്റിംഗേൾ. അവനൊരിക്കലും ആ നൈറ്റിംഗേളിനെ, ആ ഒരു വാനമ്പാടീനെ കണ്ടിട്ടില്ല. ആസ് ഇറ്റ് വാസ് ഡാർക്ക്
ഔട്ട്സൈഡ്. എന്താണ് ആസ് മീൻസ് ഇവിടെ ബിക്കോസ് ആണ്. വാസ് ഡാർക്ക് ഔട്ട്സൈഡ്, പുറത്ത് എന്താണ് ഇരുട്ടാണ് അല്ലേ, രാത്രിയിലല്ലേ പാട്ട് പാടി കൊടുക്കുന്നത്, അപ്പോൾ രാത്രി പുറത്ത് ഇരുട്ടായിരിക്കും, അപ്പോൾ അവന് ഒരിക്കലും ഈ ഒരു നൈറ്റിംഗേളിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് സോങ് സൂത്ഡ് ഹിം ടു സ്ലീപ്പ്. എന്താ പറയുന്നത്, പക്ഷേ കണ്ടിട്ടില്ല, എന്നിരുന്നാലും അവൻ ആ ഒരു സോങ് ഇവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, സഹായിക്കാറുണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് സോങ് സൂത്ത് മീൻസ് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമാധാനം കൊടുക്കുന്ന രീതിയിൽ ഇവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു സോങ് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് എ ലവ്ലി സോങ്. എന്താണ് പറയുന്നത്, എന്തൊരു ലവ്ലി ആയിട്ടുള്ള, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് ആ നൈറ്റിംഗേളിൻ്റെത് നമ്മൾ പറയാണ്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. അത് മാത്രമല്ല അത് പാടുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്നാണ് പറയുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. പക്ഷേ വാട്ട് ഈസ് ദ മീനിങ്, എന്താണ് ആ ഒരു സോങ്ങിൻ്റെ അർത്ഥം എന്ന് അവനിങ്ങനെ ചോദിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എന്താ പറയുന്നത്, ഐ വിഷ് ഞാൻ ആഗ്രഹിച്ചു പോവാണ്, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ഭാഷ അല്ലേ, അങ്ങനെ ചിന്തിച്ചു പോവാണ്. ഇവാൻ വുഡ് തിങ്ക്, ഇവാൻ എന്താണ് ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ. വൈ ഡിഡ് ഇവാൻ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എന്തുകൊണ്ടായിരിക്കും ഇവാൻ ഒരു പക്ഷികളുടെ ലാംഗ്വേജ്, ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചത്, ആഗ്രഹിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ. നോക്കാം. ഹാവ് യു എവർ ലിസൺ ടു ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നൈറ്റിംഗേളിൻ്റെ സോങ് ലിസൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. പേജ് നമ്പർ 62 നോക്കാം. ലിറ്റിൽ ബേർഡീസ്, അതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, കുഞ്ഞിത്. ബേർഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേർഡ്സ് തന്നെയാണ്. അപ്പോൾ കിളിക്കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. വൺ ഡേ ദ മെർച്ചൻറ്റ് സെൻറ്റ് ഇവാൻ ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർവുഡ്. എന്താണ് പറയുന്നത്, വൺ ഡേ ഒരു ദിവസം, ദ മെർച്ചൻറ്റ് ആ ഒരു വ്യാപാരി ഉണ്ടല്ലോ നമ്മളുടെ ഇവാൻ്റെ മാസ്റ്റർ, അദ്ദേഹം സെൻറ്റ് ഇവാൻ ടു ദ ഫോറസ്റ്റ്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ അയക്കുക, ഇവാനെ അയച്ചു എങ്ങോട്ടാണ്, ഫോറസ്റ്റിലേക്ക്. ടു ഫെച്ച് ഫയർവുഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ഫയർവുഡ് എന്ന് പറഞ്ഞാൽ കത്തിക്കാനുള്ള ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ എന്നുള്ളതാണ് കേട്ടോ അർത്ഥം. ആയിരിക്കും ഇവാനെ ഈ ഒരു ഫയർവുഡ്, അതായത് കത്തിക്കാനുള്ള മരക്കഷ്ണങ്ങൾ എടുക്കാൻ വേണ്ടി ഫോറസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ടാവുക. അതായത് ചിലപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്താണ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ മരക്കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവാനെ അങ്ങോട്ട് അയച്ചതെന്ന് നമുക്ക് വിചാരിക്കാം. സൂൺ ദ വിൻഡ്സ് റൗസ് എന്ന് പറഞ്ഞാൽ, വിൻഡ്സ് എന്ന് പറഞ്ഞാൽ, വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റ് അല്ലേ. വിൻഡ്സ് റൗസ് എന്ന് മീൻസ് കാറ്റടിച്ചു എന്നുള്ളതാണ്. ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്. സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ. ക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മേഘാവൃതമായി, അല്ലെങ്കിൽ നിറയെ മേഘങ്ങൾ വന്നു എവിടെ, ആകാശത്ത്. അപ്പോൾ ആകാശം മുഴുവൻ എന്തായി, മേഘാവൃതമായി. ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മിന്നൽ അല്ലേ. ഫ്ലാഷ്ഡ് മീൻസ് എന്താണ്, നമ്മളിപ്പം ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് അടിക്കൂലേ, ആ ഒരു എന്താണ് കാര്യമാണ് പറയുന്നത്. അതേപോലെ ഇവിടെ എന്ത് സംഭവിച്ചു, മിന്നലിന് ആ ഒരു എന്താ പറയുക, പ്രകാശം അത്ര ഫ്ലാഷ് അടിച്ച പോലെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ദ തണ്ടർ റോർഡ് ലൗഡ്ലി. തണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇടി അല്ലേ. റോർഡ് മീൻസ് എന്താണ്, ഗർജിക്കുക. അപ്പോൾ അത്രയും ശബ്ദമുണ്ടായിരുന്നു എന്തിന്, ഇടിക്ക് അല്ലേ, ലൗഡ്ലി. അപ്പോൾ ഈ ഒരു എന്താണ്, ഇടി ഭയങ്കര ശബ്ദത്തോട്, ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉച്ചത്തിലല്ലേ, ഉച്ചത്തിൽ ഗർജിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ ഇടിയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി, അതായത് മഴ ഭയങ്കര ശക്തമായിട്ട് എന്താണ് പെയ്യുന്നുണ്ടായിരുന്നു. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് a large tree. ഇവൻ എന്ത് ചെയ്തു, സൂൺ റാൻ ടു ദ, എങ്ങോട്ട് ഓടി, ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ, ഒരു ലാർജ് ട്രീ, ഒരു വലിയ മരത്തിൻ്റെ അടിയിലേക്ക് ഓടി. ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് എന്താണ്, അഭയസ്ഥാനം എന്ന് പറയില്ലേ. അപ്പം തൽക്കാലത്തേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭയം എന്നുള്ള രീതിയിൽ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇവാൻ ഓടിപ്പോയി എന്നാണ് പറയുന്നത്, വേഗം തന്നെ. അപ്പോൾ ഇടി മഴയൊന്നുള്ള സമയത്ത് ശരിക്കും നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോറിയാണ്. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോയി.
ഹീ സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. എന്താണ് സംഭവിച്ചത്? ഹീ സോ, അവൻ കണ്ടു എന്ത്? എ ബിഗ് നെസ്റ്റ്, വലിയൊരു നെസ്റ്റ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിളിക്കൂട് അല്ലേ. വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്, ആ ഒരു മരത്തിൻ്റെ ഒരു ശാഖയിൽ, ഒരു ശിഖരത്തിൽ അവനൊരു എന്ത് കണ്ടു? കിളിക്കൂട് കണ്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കാം. 4 small birds were there in the nest and there was no one to protect them from the wind and rain. എന്താ പറയുന്നത്? 4 small birds were there in the nest. എന്താണ്? 4 small birds, കുഞ്ഞി കിളികളുണ്ട്. എവിടെ? were there in the nest, ആ ഒരു കിളിക്കൂട്ടിൽ. ആൻഡ് there was no one, അവിടെ ആരുമില്ല. എന്തിന്? to protect them, അവരെ രക്ഷിക്കാൻ. from the wind and rain, ആ ഒരു ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും ഈ ഒരു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ, കിളിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല എന്ന് പറയുകയാണ് ഇവൻ. ഇവാൻ felt pity to them, ഇവാൻ അവരോട് ദയവ് തോന്നി. he climbed the tree, climbed means കയറുക കേട്ടോ. എവിടെ? മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. ലിറ്റിൽ വൺസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആ ഒരു കുഞ്ഞി കിളികളെയാണ് കേട്ടോ. അവൻ എന്ത് ചെയ്തു? കവേർഡ് ദ ലിറ്റിൽ വൺസ്, ആ ഒരു കുഞ്ഞി കിളികളെ കവർ ചെയ്തു. എന്തുകൊണ്ട്? വിത്ത് ഹിസ് ക്ലോത്ത്സ്, അവൻ്റെ തുണി കൊണ്ട്. അതാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നത്. അതിന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മേലെ ഇങ്ങനെ തുണി പിടിച്ചിരിക്കുകയാണ്. എന്താണ്? അവൻ ഒരു തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ധരിച്ചിരുന്ന ആ ഒരു മേൽക്കുപ്പായം എന്ന് പറയില്ലേ, അത് ആണ് അവൻ ആ ഒരു കിളിക്കൂടിൻ്റെ മേലെ പിടിച്ചിരിക്കുന്നത് കേട്ടോ, ആ കുഞ്ഞുങ്ങളെ മഴയൊന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. വെൻ ദ തണ്ടർ സ്റ്റോം വാസ് ഓവർ, അപ്പോൾ ഇടിയും കാറ്റും മഴയും ഒക്കെ നിന്നു. ദ മദർ ബേർഡ് കെയിം ബാക്ക്, അപ്പോൾ അമ്മക്കിളി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ദ ടീച്ചിങ് ബേർഡ് എന്നാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിക്കുക അല്ലേ. ബേർഡ് എന്ന് പറഞ്ഞാൽ പക്ഷി. അപ്പോൾ ഈ ഒരു പക്ഷി, അതായത് ഒരു കിളി പഠിപ്പിക്കുന്നതായിരിക്കും അല്ലേ ഈ ഒരു സ്റ്റോറി പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക? മിക്കവാറും എന്തായിരിക്കും? ആ ഒരു ബേർഡിൻ്റെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് ഇവാൻ്റെ ഒരു ആഗ്രഹമാണല്ലോ അല്ലേ. അപ്പോൾ അതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു ഇവാൻ. ആര് പറയാണ്? അമ്മക്കിളി പറയാണ്, നന്ദി പറയാണ് ഇവാനോട്. എന്തിനായിരിക്കും? യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. എന്താ പറയുന്നത്? യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ, നീയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്, പ്രൊട്ടക്റ്റ് ചെയ്തത്, സംരക്ഷിച്ചത്. ഫ്രം കോൾഡ് ആൻഡ് റെയിൻ, എന്താണ്? തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു, എന്നിട്ട് പറയാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്ന് അമ്മക്കിളി പറയാണ്. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. അപ്പോൾ അമ്മക്കിളി ഇവാനോട് പറയാണ്, ടെൽ മീ, പറയൂ, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, എനിക്ക് നിനക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക. ഇവാൻ വാസ് സർപ്രൈസ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. അപ്പോൾ ഇവാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. എന്തുകൊണ്ടാണ്? ടു സീ എ ടോക്കിംഗ് ബേർഡ്, ഒരു സംസാരിക്കുന്ന പക്ഷീനെ കണ്ടിട്ട്. സർപ്രൈസ് ആവുക എന്ന് വെച്ചാൽ എന്താണ്? അത്ഭുതപ്പെടുക അല്ലേ. നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഇവാൻ ആൻസേർഡ്. ഇവാൻ ആ ഒരു അമ്മക്കിളീനോട് പറയാണ്, ആൻസർ ചെയ്യാണ്. യു നോ അവർ ലാംഗ്വേജ്. യു മീൻസ് എന്താണ്? നീ, നിനക്ക്. നോ എന്ന് പറഞ്ഞാൽ എന്തായാലും ആണ് KNOW, അറിയുക എന്നൊക്കെയാണ്. അവർ ലാംഗ്വേജ് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷ. അപ്പോൾ നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയാം. വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എന്താ പറയുന്നത്? വിൽ യു ടീച്ച് മീ, എന്നെ പഠിപ്പിച്ച് തരാമോ, യുവർ ലാംഗ്വേജ്, എന്ത്? നിങ്ങളുടെ ഭാഷ. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, എന്താണ്? പക്ഷികളുടെ ഭാഷ എന്ന് ആര് ചോദിക്കുകയാണ്? ഇവാൻ ചോദിക്കുകയാണ് അല്ലേ. സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. അപ്പോൾ അമ്മക്കിളി പറയാണ് സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ്. സ്റ്റേ വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൂടെ താമസിക്കാൻ. ഫോർ സം ഡേയ്സ്, കുറച്ച് ദിവസത്തേക്ക്. ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു, എന്താണ് പറയുന്നത്? ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ നിനക്കും ചെയ്യാൻ കഴിയും, സംസാരിക്കാൻ കഴിയും പക്ഷികളുടെ ഭാഷ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവാൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. എന്താ പറയുന്നത്? ഇവാൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇവാൻ എന്ത് ചെയ്തു? കുറച്ച് ദിവസം അവിടെ ആ ഒരു ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്തു. ഹീ ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. എന്താ സംഭവിച്ചത്? ഹീ ലേൺ ദ ലാംഗ്വേജ്, അവൻ ആ ഒരു ലാംഗ്വേജ് പഠിച്ചു. ഓഫ് ദ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിച്ചു. ആരിൽ നിന്ന്? ഫ്രം ദ മദർ ബേർഡ്, ആ ഒരു അമ്മക്കിളിയിൽ നിന്ന്. ഇവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? റിട്ടേൺഡ്, തിരിച്ചു പോന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഹോം ഹാപ്പിലി, സന്തോഷത്തോടു കൂടി കേട്ടോ.
താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? നിങ്ങൾക്ക് എത്ര ലാംഗ്വേജസ് അറിയാം, ഭാഷ അറിയാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനോട് സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ വളർത്തു മൃഗങ്ങളോട് അല്ലെ പക്ഷികളോടൊക്കെ സംസാരിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ എങ്ങനെയാണ് എന്നും കൂടിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കുട്ടികൾ ആൻസർ ചെയ്യുക കേട്ടോ. നമ്പർ 64 നോക്കാം. ദ സീക്രട്ട് എന്നാണ് ആ ഒരു പാർട്ടിൻ്റെ പേരല്ലേ. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ എന്തോ ഒരു രഹസ്യമാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം എന്താണ് രഹസ്യം എന്ന്. ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസണിങ് ടു ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ. ദാറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നില്ലേ, തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി ഇവാൻ എന്ത് ചെയ്യാണ്? ഇവാൻ വാസ് ലിസണിങ് ടു ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ. ഇവാന് ആ ഒരു നൈറ്റിംഗേൾ ഉണ്ടല്ലോ, ആ നൈറ്റിംഗേളിൻ്റെ സോങ് അങ്ങനെ ലിസൺ ചെയ്യാണ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നൗ ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലേ. ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ്, അവന് മനസ്സിലാവുന്നുണ്ട് എന്ത്? ഇറ്റ്സ് മീനിങ്, ആ ഒരു പാട്ടിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ്? അവന് ഫോറസ്റ്റിൽ കാട്ടിലേക്ക് പോയ സമയത്ത് ആ അമ്മക്കിളി അവന് എന്ത് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്? ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അല്ലേ. അതുകൊണ്ട് അവന് ആ ഒരു നൈറ്റിംഗേളിൻ്റെ സോങ്ങിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. ഇവാൻ എന്ത് ചെയ്തു? ഇവാൻ സംസാരിച്ചു. സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക കേട്ടോ, സംസാരിച്ചു. ടു ദ ബേർഡ്, ബേർഡിനോട്. എങ്ങനെ? ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്, അതിൻ്റെ തന്നെ ഭാഷയിൽ സംസാരിച്ചു. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? എങ്ങനെയാണ് ഞങ്ങളുടെ ലാംഗ്വേജ് പഠിച്ചത്, ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? ഫ്ലൈയിങ് ടുവേർഡ്സ് ഹിം ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്. ഫ്ലൈയിങ് ടുവേർഡ്സ് ഹിം എന്ന് വെച്ചാൽ അവൻ്റെ അരികിലേക്ക് പറന്നു വന്നു. ആര്? നൈറ്റിംഗേൾ. ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്, എന്നിട്ട് ചോദിക്കുകയാണ് എന്ത്? ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചത് എന്ന്. ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. ഇവാൻ അപ്പോൾ എന്ത് ചെയ്തു? ടോൾഡ് ദ ഹോൾ സ്റ്റോറി, ആ മൊത്തം കഥയും ആരോട് പറഞ്ഞു? ടു ദ നൈറ്റിംഗേൾ, നൈറ്റിംഗേളിനോട് പറഞ്ഞു. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു ദ ബേർഡ് സെറ്റ്. അപ്പോൾ ബേർഡ് പറയാണ് ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, എനിക്ക് നിന്നോടൊരു സീക്രട്ട് പറയാനുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. എന്താണത്? ഇവാൻ ചോദിച്ചു. ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. ദ ബേർഡ് വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ ചെവിയിൽ പറയുക, അല്ലെങ്കിൽ എന്താണ് പതുക്കെ പറയുക എന്നൊക്കെയാണ് അർത്ഥം. ആ ഒരു ബേർഡ് എന്ത് ചെയ്തു? വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. ഇവാൻ്റെ ചെവിയിൽ എന്തോ ഒരു സീക്രട്ട് പറഞ്ഞു അല്ലേ. ഇവാൻ ദ മർച്ചൻറ്റ് കോൾഡ് ഹിം. എന്താ സംഭവിച്ചത്? ഇവാനെ വിളിക്കുകയാണ്. ആര്? മർച്ചൻറ്റ്. ആ ഇവാൻ്റെ യജമാനനായിട്ടുള്ള, മാസ്റ്റർ ആയിട്ടുള്ള ആ ഒരു വ്യാപാരി മർച്ചൻറ്റ് ഇവാനെ വിളിക്കുകയാണ്. ഇവാൻ എന്ന് വിളിച്ചു. ദ നൈറ്റിംഗേൽ ഫ്ലൂ എവേ. ഫ്ലൂ എന്നല്ല കേട്ടോ അത് വായിക്കുക, ഫ്ലൂ എന്നാണ്. അപ്പം നൈറ്റിംഗേൾ എന്ത് ചെയ്തു? പറന്നുപോയി. വാട്ട് കുഡ് ബി ദ സീക്രട്ട് ടോൾഡ് ബൈ ദ നൈറ്റിംഗേൾ? എന്താണ് ക്വസ്റ്റ്യൻ? ആ ഒരു നൈറ്റിംഗേൾ എന്ത് സീക്രട്ടാണ് നമ്മളുടെ ഇവാനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് തൊട്ടിട്ട് ഞാനൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റോറി തന്നെ വളരെ ലോങ് ആയതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ.